ലോകം മാറുന്നു എന്ന് നമ്മൾ കരുതുമ്പോഴും മാറാത്ത ചില ശീലങ്ങളുമായി ഒരു രാജ്യം ഇന്നും അയൽപക്കത്തുണ്ട്. അതാണ് പാകിസ്ഥാൻ. അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ ഇപ്പോഴും ഭീകരവാദികളുടെ സുരക്ഷിത താവളമായി തുടരുകയാണ്. അതെ, ലോകം പുരോഗതിയുടെ പുതിയ തലങ്ങൾ തേടുമ്പോഴും പാകിസ്ഥാൻ ഇപ്പോഴും മാറ്റമില്ലാത്ത ഒരു ഭീകര കേന്ദ്രമായി തുടരുകയാണ് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വെറും ഒരു ആരോപണമല്ല ഇത്. കൃത്യമായ കണക്കുകൾ സഹിതം 15 മാരക ഭീകര സംഘടനകൾ ഇന്നും പാകിസ്ഥാനിൽ സജീവമാണെന്ന് US റിപ്പോർട്ട് അടിവരയിടുന്നു. ഇതിനിടയിലാണ് മറ്റൊരു വലിയ വാർത്ത വരുന്നത്. ഇന്ത്യയുടെ ഉറക്കം കെടുത്തിയ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ മുഹമ്മദ് താഹിർ അൻവർ പാകിസ്ഥാനിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. രോഗമായിരുന്നോ അതോ ഇതിന് പിന്നിൽ മറ്റു നിഗൂഢ നീക്കങ്ങളുണ്ടോ? പാകിസ്ഥാൻ വളർത്തുന്ന ഈ വിഷസർപ്പങ്ങൾ ഒടുവിൽ അവർക്ക് തന്നെ ഭീഷണിയാകുകയാണ്. ഭീകരതയുടെ ആ ഭീകരമായ മുഖവും പാകിസ്ഥാനിലെ പുതിയ സംഭവ വികാസങ്ങളും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ അമേരിക്കയുടെ ആ ഒരു റിപ്പോർട്ടിലെ വിവരങ്ങളൊന്ന് പരിശോധിക്കാം. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് CRSഉം പറയുന്നത് പാകിസ്ഥാൻ ഭീകരവാദികളെ സംരക്ഷിക്കുന്നത് ഒരു സ്റ്റേറ്റ് പോളിസി പോലെയാണ് എന്നാണ്. ലഷ്കർ-ഇ-തോയ്ബ, LET, ജെയ്ഷെ മുഹമ്മദ്, JEM, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങി 15 പ്രധാന ഗ്രൂപ്പുകൾക്ക് ഇപ്പോഴും അവിടെ സൈനിക സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും ഭയാനകമായ വശം എന്താണെന്നോ? ഈ ഗ്രൂപ്പുകളിൽ 12 എണ്ണവും അമേരിക്കൻ നിയമപ്രകാരം ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് FTO ആയി പ്രഖ്യാപിക്കപ്പെട്ടവയാണ്. എന്നിട്ടും ഇവ പാകിസ്ഥാനിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വഴി പല താവളങ്ങളും തകർത്തെങ്കിലും പാകിസ്ഥാൻ ഗവൺമെന്റ് ഇപ്പോഴും ഇവർക്ക് പുതിയ താവളങ്ങൾ ഒരുക്കി നൽകുന്നു. ഈ ഭീകരർക്ക് വേണ്ട ഫണ്ടിങ്ങും ആയുധങ്ങളും പരിശീലനവും പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയായ ISI നൽകുന്നുണ്ട് എന്ന് അമേരിക്കൻ റിപ്പോർട്ട് വ്യക്തമായി പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭീകരതയുടെ സുരക്ഷിത താവളം എന്ന ആഗോള അപവാദം അത്രയും പെട്ടെന്നൊന്നും പാകിസ്ഥാനെ വിട്ടുപോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇനിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ്. മസൂദ് അസറിന്റെ മൂത്ത സഹോദരൻ മസൂദ് താഹിർ അൻവർ പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ വെച്ച് മരണപ്പെട്ടതായി ജെയ്ഷെ മുഹമ്മദ് തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പക്ഷേ എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന് മാത്രം അവർ പറയുന്നില്ല. എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അജ്ഞാതമായ കാരണങ്ങളാൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താഹിർ അൻവർ വെറും ഒരു ബന്ധു മാത്രമല്ലായിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ സായുധ പ്രവർത്തനങ്ങളെ പിന്നിൽ നിന്ന് നയിച്ചിരുന്നത് ഇയാളാണ്. കഴിഞ്ഞ ദിവസം രാത്രി അതീവ രഹസ്യമായാണ് ഇയാളുടെ ശവസംസ്കാരം നടന്നത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും അസുഖമായിരുന്നോ അതോ വല്ല ടാർഗറ്റഡ് കില്ലിംഗ് നടന്നോ എന്ന കാര്യത്തിൽ നിഗൂഢത നിലനിൽക്കുന്നുണ്ട്. 2025 മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളിൽ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പലരും കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.